അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മദ്രസക്കും പള്ളിക്കും അറബി കോളേജുകൾക്കും ദഅവത്തിനും വേണ്ടി സക്കാത്തിൽ നിന്ന് കൊടുക്കാമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, സക്കാത്തിന്റെ അവകാശികളെ കുറിച്ച് പറയുമ്പോൾ ഇന്നമ സ്വദഖാത്തുൽ ഫുഖറ, ഫക്കീറന്മാർക്കാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വമസാക്കീൻ, മിസ്കീൻമാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വൽ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കാം, വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് ഹൃദയം രഞ്ജിക്കപ്പെട്ട ചാഞ്ഞു നിൽക്കുന്നവർക്ക് കൊടുക്കാം, വഫി റിഖാബി, അടിമമോചനത്തിന് വേണ്ടി, വൽ ഗാരിമീൻ, കടം കൊണ്ട് വലഞ്ഞാൽ, വഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വബിനി സബീലി, അതേപോലെ തന്നെ വഴിയാത്രക്കാർ, അതായത് യാത്രക്കിടയിൽ സമ്പത്ത് നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നവർ, ഇവർക്കൊക്കെ സക്കാത്ത് കൊടുക്കാം. അപ്പോൾ ഫക്കീർ, മിസ്കീൻ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, ഇസ്ലാമിലേക്ക് ഹൃദയം ചായ്ക്കപ്പെട്ടവർ, അടിമമോചനത്തിന് കടം കൊണ്ട് വലഞ്ഞവർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതേപോലെ തന്നെ എട്ടാമതായി പറയുന്നത് വഴിയാത്രക്കാർ, ഇവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറയാനുള്ള കാര്യം തന്നെ ഇവർക്ക് സക്കാത്ത് കൊടുക്കണമെന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ പെടുത്തുന്ന ആളുകൾക്ക് മാത്രമേ സക്കാത്തിന് അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു, പള്ളി പണിയാനും മദ്രസ പണിയാനും ഒന്നും സക്കാത്തിന്റെ പണം ഉപയോഗിക്കരുത്, മറിച്ച് അത് സ്വതക്കയുടെ ഭാഗമായിട്ടാണ് നടത്തേണ്ടത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചതായി കാണാൻ കഴിയും. എന്നാൽ പാവപ്പെട്ട കുട്ടികളെ, മിസ്കീന്മാരായ ഫക്കീറന്മാരായ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഫീ സബീലില്ല എന്ന ഗണത്തിൽ മദ്രസകൾക്ക് സഹായം നൽകാറുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത് ഫക്കീറന്മാരായ, മിസ്കീന്മാരായ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തിനാണ്. അതേപോലെ തന്നെ ഇസ്ലാമിക ദഅവാ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട മിസ്കീന്മാരായ, ഫക്കീറന്മാരായ, ആരിമീങ്ങളായ ആളുകളെയും സഹായിക്കാൻ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് കൊടുക്കാമെന്നുള്ളതാണ്. അതാണ് ഫീ സബീലില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത്. അതല്ലാതെ അറബി കോളേജിന് വേണ്ടി, അറബി കോളേജിന്റെ ശമ്പളം കൊടുക്കാൻ, അവിടുത്തെ അധ്യാപകർ ഫക്കീർ, മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ടവരല്ല, പക്ഷെ എങ്കിൽ പോലും അറബി കോളേജ് നടത്തി അതിൽ നിന്ന്, ഈ സക്കാത്തിന്റെ പൈസയിൽ നിന്ന് ശമ്പളം കൊടുക്കുക, അവിടെ സമ്പന്നരായ മക്കളൊക്കെ പഠിക്കുന്നുണ്ടാവും, അവർക്ക് അതിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, ആ ശൈലി ശരിയല്ല. അതേപോലെ തന്നെ പള്ളി, മദ്രസ, ഇതൊക്കെ ഒരു സമ്പന്നരായ ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അതൊക്കെ സ്ഥാപിക്കാൻ സ്വതക്കയുടെ പൈസയാണ് എടുക്കേണ്ടത്. ഇനി ഒന്നുകൂടി മനസ്സിലാക്കുക, പാവപ്പെട്ട മിസ്കീന്മാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയിൽ ആ മിസ്കീന്മാരായ ഫക്കീറന്മാരായ ആളുകളുടെ ചെലവിന് വേണ്ടിയിട്ട് ഫീ സബീലില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ പാവപ്പെട്ട ദാഇമാർ, അതായത് കടം കൊണ്ട് വലഞ്ഞവർ, ഫക്കീറന്മാരായി മിസ്കീന്മാരായി ദാഇമാർക്ക് വേണ്ടിയും ഫീ സബീലില്ല എന്ന വിഭാഗത്തിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഫീ സബീലില്ല കൊണ്ട് നേർക്കുനേരെ അർത്ഥമാക്കുന്നത് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുമ്പോഴുള്ള വിഷയമാണ് എന്നാണ്. ഇതാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹു പറഞ്ഞ 8 വിഭാഗം, അവരെയാണ് സക്കാത്തിൽ നമ്മൾ ആദ്യമായി പരിഗണിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.